ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ അഡ്വർടൈസിങ് ചെയ്യുന്നവരായിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ അവർ നമുക്ക് എങ്ങനെ റീമാർക്കറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വീഡിയോയിൽ ഒരു 10 സെക്കൻഡ് വീഡിയോ കണ്ടാൽ നമുക്ക് എങ്ങനെ റീമാർക്കറ്റ് ചെയ്യാം. ഒരു 20 സെക്കൻഡ് വീഡിയോ അതിൽ 10 സെക്കൻഡ് കണ്ടവരൊക്കെ എങ്ങനെ റീമാർക്കറ്റ് ചെയ്യാമെന്നൊക്കെയാണ് ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആഡ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു വീഡിയോ, ഇതെന്റെ ഫേസ്ബുക്ക് പേജിലുള്ള ഒരു വീഡിയോ ആണ്. Been in the agency game for years and want to grow even more? This course will help you understand the ins and outs of agency growth. Keep in mind, when I created this course, I assumed that everyone who takes it will already understand how to do SEO and or digital marketing. At the end of the course, you can take an exam. If you pass, you get a certificate. Okay, 23, 22 ആയാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇവരെ നമുക്ക് എങ്ങനെ ഈ 20 സെക്കൻഡ് വീഡിയോ കണ്ടവരെ നമുക്ക് എങ്ങനെ റീമാർക്കറ്റ് ചെയ്യാം. ഇപ്പം ഭയങ്കര പോപ്പുലറായിട്ട് വരുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻസ്റ്റാഗ്രാം ആൽഗോരിതം അനുസരിച്ച് വീഡിയോസാണ് ഭയങ്കര പോപ്പുലർ ആവുന്നത്. പോസ്റ്റിനെയും കാട്ടി വീഡിയോസാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുന്നത്. അതുകൊണ്ട് ആ വീഡിയോസിന് നമുക്ക് വീഡിയോ ആഡ് ചെയ്യുമ്പോൾ ആ ഓഡിയൻസിന് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, അവർ നമുക്ക് എങ്ങനെ റീമാർക്കറ്റ് ചെയ്യാം എന്ന് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഫേസ്ബുക്കിലെ ആഡ്സ് മാനേജർ ചെല്ലുക. ഓക്കെ, ആഡ്സ് മാനേജർ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഡാഷ്ബോർഡ് ആയിരിക്കും വരുന്നത്. അതിൽ നമുക്ക് ഓഡിയൻസിൽ പോവുക. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഓഡിയൻസ്, എത്ര ടൈപ്പ് ഓഡിയൻസ് ഉണ്ട്, അതിൽ സേവ്ഡ് ഓഡിയൻസ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ജസ്റ്റ് അത് പോയി ഒന്ന് കണ്ടിട്ട് വേണം വരാൻ. ഓക്കെ, അപ്പോൾ ഈ സേവ്ഡ് നമ്മൾ ഓഡിയൻസ് സെക്ഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം ഓഡിയൻസ് ചൂസ് ചെയ്യുക. കസ്റ്റം ഓഡിയൻസ് ഇതിൽ യുവർ സോഴ്സസ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിൽ നമുക്ക് പിക്സൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മെറ്റാ സോഴ്സസിൽ ആദ്യത്തെ ഒരു ഓപ്ഷനാണ് ഇത്. വീഡിയോ നമുക്ക് വീഡിയോ വ്യൂസിനെ നമുക്ക് എങ്ങനെ വീഡിയോ കാണുന്നവരൊക്കെ എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ വരുന്നവരെ നമുക്ക് എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം. ഇപ്പോൾ ഈവൻറ്റ് പോസ്റ്റിൽ ലൈക്ക് ചെയ്തവരെ ഷെയർ ചെയ്തവരെ നമുക്ക് എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം. നമ്മളെ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം. അങ്ങനെ എല്ലാം ലീഡ് ഫോം ഓപ്പൺ ആക്കിയവരെ നമുക്ക് എങ്ങനെ റീമാർക്കറ്റ് ചെയ്യാം. ഇപ്പോൾ ലീഡ് ഫോം ഓപ്പൺ ആക്കി അവർ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തില്ലെന്ന് വിചാരിക്കാം. ആ സബ്മിറ്റ് ചെയ്യാത്തവരൊക്കെ എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം, അതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് വീഡിയോ കണ്ടവരെ നമുക്ക് എങ്ങനെ റീമാർക്കറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ആദ്യം വരുന്നത് ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ മിനിമം 3 സെക്കൻഡെങ്കിലും വീഡിയോ കണ്ടവരെ റീമാർക്കറ്റ് ചെയ്യുന്നതാണ് ഇത് ചൂസ് ചെയ്തിട്ടാണ് ഞാൻ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ ഞാൻ 22 സെക്കൻഡ് വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവരെ ലിസ്റ്റിൽ വരും. ഓക്കെ, അടുത്ത് 10 സെക്കൻഡ് പീപ്പിൾ ഹു വ്യൂഡ് അറ്റ്ലീസ്റ്റ് 10 സെക്കൻഡ് ഓഫ് യുവർ വീഡിയോ. 10 സെക്കൻഡെങ്കിലും വീഡിയോ കണ്ടവരെ നമുക്ക് എങ്ങനെ റീമാർക്കറ്റ് ചെയ്യാം. ഓക്കെ, 10 സെക്കൻഡ് മാത്രം വീഡിയോ കണ്ടവരൊക്കെ എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം. അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 3 സെക്കൻഡാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തായാലും വരും. ഇപ്പം 15 സെക്കൻഡ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ 10 സെക്കൻഡ് വീഡിയോക്കകത്ത് വരില്ല. ഓക്കെ, അടുത്ത് 15 സെക്കൻഡ് വീഡിയോ കണ്ടിട്ട് നമുക്ക് എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം. അതിൻ്റെ അടുത്ത് വരുന്നത് ഒരു വീഡിയോയുടെ 25% വീഡിയോ കണ്ടവരൊക്കെ എങ്ങനെ ഇപ്പം 100 സെക്കൻഡ് ഒരു വീഡിയോ വിചാരിക്കാം. ജസ്റ്റ് എടുക്കുക, 100 സെക്കൻഡ് ഒരു വീഡിയോ, അതിൽ 25 സെക്കൻഡ് വീഡിയോ കണ്ടവർക്ക് വീഡിയോ എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം. അതിൽ 50 സെക്കൻഡ് വീഡിയോ കണ്ടവർക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഒരു വീഡിയോയിലെ മുക്കാലും കണ്ടവരൊക്കെ റീമാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. 95% കണ്ടവരെ ഈ 95% ചൂസ് ചെയ്യുമ്പോൾ അവർ എറൗണ്ട് ഒരു കൺവേർഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, 90% എന്ന് പറയുന്നത് അവർ ഓൾമോസ്റ്റ് നമ്മളെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് 50% ഉള്ള ആൾക്കാരെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഈ 50% വീഡിയോ കണ്ടവരെ ഞാൻ ശരിക്കും വാം ഓഡിയൻസ് ആയിട്ടാണ് സെറ്റ് ചെയ്യാറ്. അവർ നമ്മളെ കൺസിഡറേഷൻ സ്റ്റേജിലാണ്. ഓക്കെ, അവർ നമ്മളെ ഒരു കൺസിഡറേഷനും കൺവേർഷൻ സ്റ്റേജിലേക്ക് ഒരു ഇതിലാണ് നിൽക്കുന്നത്. അവരെപ്പോലെ പ്രോഡക്റ്റ് എടുക്കാൻ അവർ വില്ലിങ് ആണ്, പക്ഷെ എന്തോ ചെറിയൊരു ഇഷ്യൂ ആണ്. ചിലപ്പോൾ ഫണ്ടിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ ഇഷ്യൂ ആയിരിക്കാം. ഇതൊക്കെ ഈ ഒരു സ്റ്റേജ്. ഓക്കെ,
ഈ ഒരു ഞാൻ എപ്പോഴും കസ്റ്റം ഓഡിയൻസിനെ അല്ലെങ്കിൽ വീഡിയോ വീഡിയോ കണ്ടവരെ സേവ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ 50% എടുക്കാറുള്ളൂ. ഓക്കെ, ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഇത് അനുസരിച്ച് നമ്മൾ ഇത് മാറ്റുന്നതായിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ആണ് എങ്കിൽ 25% വീഡിയോ ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവർ നമ്മൾ കോൾഡ് ഓഡിയൻസ് ആണ്. അതായത് നമുക്ക് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു 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 അരമുക്കാൽ ഒരു പകുതി ഹാഫ് മൈൻഡഡ് പീപ്പിൾ ആണ് അവർ. അതായത് പ്രോഡക്റ്റ് വേണോ, വേറെ ചൂസ് ചെയ്യണോ, ഇതിനെക്കാട്ട് ബെറ്റർ ഏതെങ്കിലും ഉണ്ടാ, ഇവർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോൾഡ് ഓഡിയൻസ് ആണ്. ഇവർ നമ്മളെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമ്മളെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കണം. ഇവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യണം. നമുക്ക് ആ വീഡിയോസിൽ നമുക്ക് എങ്ങനെ അവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഈ 25% ഓഡിയൻ. 50% ഓഡിയനും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇവർ നമ്മളെ വാംഡ് ഓഡിയൻസ് ആയിരിക്കും. നമുക്ക് നമ്മളെ പ്രോഡക്റ്റ് എടുക്കാൻ അവർ ഓൾമോസ്റ്റ് വില്ലിങ് ആണ്. എന്തെങ്കിലും ചെറിയ ഇഷ്യൂ മാത്രമേ കാണത്തുള്ളൂ. അത് ചിലപ്പോൾ ഫണ്ടിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ നമുക്കിത് ചൂസ് ചെയ്ത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു 50% വീഡിയോ കണ്ടുവരികയാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ അത് 50% തന്നെ കൊടുക്കുന്നു. ഓക്കെ, 50% കൊടുക്കുന്നു. അടുത്ത വീഡിയോ ഈ ഒരു ഓപ്ഷൻ കണ്ട ചൂസ് വീഡിയോസ്, അത് ഞാൻ ചൂസ് ചെയ്യുന്നു. ഇവിടെ ചെന്നിട്ട് എൻ്റെ ഫേസ്ബുക്കിലെ പേജ് ഞാൻ ചൂസ് ചെയ്യുന്നു. ഇതെൻ്റെ ഫേസ്ബുക്ക് പേജാണ്. പേജ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ വീഡിയോ ഞാൻ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൺഫേം കൊടുക്കുന്നു. ഓക്കെ, റിട്ടൻഷൻ ഞാൻ 365 ഡേയ്സ്. ഈ റിട്ടൻഷൻ എന്ന് പറയുന്നത് 365 ഡേയ്സ്. ഇപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 365 ദിവസം കഴിഞ്ഞ് 366 ദിവസം ഞാൻ ഒരിക്കൽ മാത്രമേ ഈ വീഡിയോ കണ്ടിട്ടുള്ളൂ എങ്കിൽ 366 ദിവസം ആകുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് പുറത്തു പോകും. അതായത് ഞാൻ ഔട്ടാവും. പിന്നെ ഒരു ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് 365 ഡേയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്നിട്ട് ഈ വീഡിയോ ഈ ഓഡിയൻസിനെ ഞാൻ സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നമുക്ക് റിട്ടൻഷൻ 360 ദിവസമല്ല, ഇപ്പോൾ 100 ദിവസം ആക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, 100 ദിവസം ആക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം 100 ദിവസം ആയവർ 100 ദിവസം മാത്രം 100 ദിവസം മുമ്പ് ഈ വീഡിയോ കണ്ടവരെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യണം. അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്ത് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പം 365 ഡേയ്സ് ഞാൻ കൊടുത്തതേ ഉള്ളൂ. ഞാൻ എപ്പോഴും 365, പക്ഷെ കസ്റ്റമറിൻ്റെ നമ്മളെ ക്ലയൻറ്റിൻ്റെ ഇതനുസരിച്ചാണ് നമ്മൾ ശരിക്കും റിട്ടൻഷൻ നമ്മൾ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, അത് വന്നിട്ട് ഇവിടെ നമുക്ക് ഓഡിയൻസ് സേവ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ എന്തൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് ഓക്കെ, ഇത് ഞാൻ ചൂസ് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ചൂസ് ചെയ്ത് ഇവിടെ കൊടുത്തു. ഇപ്പം നെയിം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പം ക്ലയൻറ്റ് വല്ല ആണെങ്കിൽ അവരെ കമ്പനി പേര് വെച്ച് നമുക്ക് വീഡിയോ ഏത് വീഡിയോ ആണെന്ന് ചൂസ് ചെയ്ത് അങ്ങനെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് കൊടുക്കാം, ഓപ്ഷണലാണ്. കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, സിമ്പിൾ. ഇത് ലുക്ക് ലൈക്ക് ഓഡിയൻസ് ഞാൻ കംപ്ലീറ്റ് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ പോപ്പുലേറ്റിംഗ് ഇങ്ങനെ വന്ന് കിടക്കും. ഇതിലേക്ക് നമ്മളെ വീഡിയോസ് റണ്ണാവുന്നതനുസരിച്ച് ഓഡിയൻസ് ഇതിൽ ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഇവരെ എങ്ങനെ നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാം, നമുക്ക് ഒരു ക്യാമ്പയിൻ എടുത്തിട്ട് എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാൽ ഈ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ക്യാമ്പയിൻ്റെ ഡാഷ്ബോർഡിൽ പോകുന്നു. ഓക്കെ, ഈ ഒരു ഡാഷ്ബോർഡ് എടുക്കുന്നു, ക്രിയേറ്റ് കൊടുക്കുന്നു, അവെയർനെസ് കൊടുക്കുന്നു, അവെയർനെസ് കൊടുത്ത് ക്രിയേറ്റ് കൊടുക്കുന്നു. ഇതിൽ ഞാൻ ജസ്റ്റ് അവരെങ്ങനെ നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കി ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഇതിൽ നമ്മൾ ഓഡിയൻസിൻ്റെ സെക്ഷനിൽ പോകുന്നു. ഓക്കെ, ഓഡിയൻസിൻ്റെ സെക്ഷനിൽ പോകുന്നു. ഓഡിയൻസ് കൊടുക്കുന്നു.